ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അഞ്ചാമത്തെ മോഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഈ ഒരു വീഡിയോയും കൂടിയേ ഉള്ളൂ. നമുക്ക് പഠിക്കാത്ത 1-2 ടോപ്പിക്ക് മാത്രമേ നമ്മൾ 5th മോഡ്യൂളിൽ പഠിക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയും കൂടെ ഈ 5th മോഡ്യൂളിലുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫോഴ്സ് ആൻഡ് ടാക്ടൈൽ സെൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ടാക്ടൈൽ സെൻസേഴ്സിൽ 2 കാറ്റഗറി, അതായത് ബൈനറിയും പിന്നെ ബൈനറി സെൻസേഴ്സും അനലോഗ് സെൻസേഴ്സും, ഈ 2 കാറ്റഗറിയിലുള്ള ഓരോ സെൻസേഴ്സ് വീതമാണ് നമ്മൾ പഠിച്ചത് ടാക്ടൈൽ സെൻസേഴ്സിലുള്ളത്. അതിൻ്റെ കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻസറുണ്ട്. നമ്മുടെ രജുകുത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പോർഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ടാക്ടൈൽ സെൻസിങ് അറേസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് റോബോട്ടിക് ആമാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 ഫിംഗറുള്ള റോബോട്ടിക് ആമാണ് കാണിച്ചിരിക്കുന്നത്. ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ച് ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഈ ഫിംഗർ എന്നറിയപ്പെടുന്ന ഈ 2 കമ്പോണൻസിൻ്റെ ഇൻസൈഡ് പോർഷനിൽ, അതായത് വർക്ക് പീസിനെ അല്ലെങ്കിൽ കമ്പോണൻറ്റിനെ ഹോൾഡ് ചെയ്യാനുള്ള ആ സർഫസിൽ ഇതങ്ങനെ ടാക്ടൈൽ അറേ എന്ന് പറയുന്ന കുറച്ച് സെറ്റ് ഓഫ് ടാക്ടൈൽ സെൻസേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. ഈ സെൻസേഴ്സ് എന്ന് പറയുന്നത് ഓരോന്നും ഓരോ സെൻസിങ് എലമെൻറ്റ്സ് ആണ്. മേ ബി മൈക്രോ ചിപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ 3rd മോഡ്യൂളിൽ MEMS പഠിച്ചു. ആ MEMSൽ പഠിച്ച പോലത്തെ ചെറിയ എലമെൻറ്റ്സ്, ചെറിയ മൈക്രോ ചിപ്പുകളാണ് ഈ ടാക്ടൈൽ സെൻസേഴ്സ് എന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ അറേഞ്ച് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് സെൽസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിനെ അറേസ് എന്ന് പറയുന്നത്. അങ്ങനെ ടാക്ടൈൽ സെൻസർ, അതായത് ടച്ച് സെൻസ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൻസേഴ്സിനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ സെൻസിങ് എലമെൻറ്റും ഈ ടച്ചിനെ നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ പ്രഷറൊന്നും വേണ്ട, ജസ്റ്റ് സർഫസിലൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, അതപ്പം തന്നെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ടാക്ടൈൽ അറേ എന്ന് പറയും. ആ അറേ ആയിരിക്കും ആ റോബോട്ടിക് ആർമിലുള്ള ഫിംഗറിൻ്റെ ഇൻസൈഡ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ആ ടാക്ടൈൽ അറേസ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ അറേസ് ഇവിടെ കണക്ട് ചെയ്തിരിക്കും. അപ്പം ഈ അറേയുമായിട്ട് കമ്പോണൻസ്, എന്തെങ്കിലും ബോഡിയോ അല്ലെങ്കിൽ ടൂളോ എന്തെങ്കിലും കമ്പോണൻ്റ് ആണ് ഹോൾഡ് ചെയ്യേണ്ടതെങ്കിൽ, ഈ റോബോട്ടിക് ആർമിൽ ഹോൾഡ് ചെയ്യേണ്ടതെങ്കിൽ, അപ്പോൾ ആ കമ്പോണൻറ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന സമയം മുഴുവൻ അത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. ആ കമ്പോണൻ്റ് അവിടെ ഉണ്ട് എന്ന് ഈ ടാക്ടൈൽ സെൻസർ സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്, അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും എല്ലാം ഇലക്ട്രോണിക്സ് ആണ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ബേസിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് മാത്രം നമ്മൾ ഈ ടാക്ടൈൽ സെൻസിങ് അറേസ് എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ എക്സാമിന് ടാക്ടൈൽ സെൻസിങ് അറേസിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചാൽ ഈ ഒരു ഫിഗർ എങ്ങനെയെങ്കിലുമൊക്കെ വരച്ച് ഒപ്പിക്കുക, എന്നിട്ട് ഇതിൻ്റെ ബേസിക് അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ വർക്കിംഗ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം വർക്കിംഗ് എന്ന് പറയുന്നത് പ്യൂർലി ഇലക്ട്രോണിക്സ് ആണ്, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് എന്ന് മാത്രം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഇതാണ് ടാക്ടൈൽ സെൻസിങ് അറേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറിയ ഗ്രൂപ്പ് ഓഫ് സെൻസേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. ആ സെൻസേഴ്സ് ആയിരിക്കും ആ ടച്ചിനെ സെൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇൻസൈഡ്, ആ ഫിംഗറിൻ്റെ ഇൻസൈഡ് പോർഷനിലാണ് ഈ സെൻസ് ചെയ്യുന്ന ഈ അറേസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടാക്ടൈൽ സെൻസിങ് അറേസ്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്ന പോർഷനാണ്. ഇതാണ് അവസാനത്തെ പോർഷൻ, നമ്മുടെ 5th മോഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ പോർഷനാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ റേഞ്ച് ഫൈൻഡേഴ്സും ആക്ച്വലി സെൻസേഴ്സ് തന്നെയാണ്. ഈ റേഞ്ച് ഫൈൻഡേഴ്സ് എൻ്റെ വർക്കിംഗ് എന്താണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു പുറത്തു നിന്നുള്ള ഒരു എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, റോബോട്ടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡിയോ എന്തെങ്കിലും ഒബ്ജക്ട്സോ ഉണ്ട് എങ്കിൽ അത് എത്രത്തോളം ഡിസ്റ്റൻസ് മാറിയാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഈ റോബോട്ടും ആ കമ്പോണൻ്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റുമായിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻസറിനെയാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത്. എത്രത്തോളം ദൂരെയാണ്, 1 മീറ്ററിന് ചുറ്റളവിലാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ 2 മീറ്റർ ദൂരത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അതും അല്ലെങ്കിൽ മേ ബി ഒരു 10 സെൻറ്റിമീറ്റർ, റോബോട്ടിൽ നിന്ന് വെറും 10 സെൻറ്റിമീറ്റർ അകലെയാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്ന് മെഷർ ചെയ്യാനായിട്ട്, അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ ആ പ്രോക്സിമിറ്റിയിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെൻസേഴ്സിനാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് സെൻസർ കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇത് റോബോട്ടിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ റേഞ്ച് ഫൈൻഡേഴ്സിൻ്റെ
എക്സ്പ്ലനേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ദ ഫംഗ്ഷൻ ഓഫ് റേഞ്ച് ഫൈൻഡേഴ്സ് ഈസ് ടു മെഷർ ദി ഡിസ്റ്റൻസ് ഫ്രം എ റെഫറൻസ് പോയിന്റ് നോർമലി ഓൺ ദി സെൻസർ ഇറ്റ്സെൽഫ് ടു ഒബ്ജക്ട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സെൻസർ. ആ സെൻസറിൽ നിന്ന് ഒബ്ജക്ട്സ് എത്രത്തോളം ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെൻസറും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കാനുള്ള സെൻസേഴ്സിനെയാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസർ സാധാരണ റോബോട്ടിലോ അല്ലെങ്കിൽ റോബോട്ടിൻ്റെ ആർമിലോ അല്ലെങ്കിൽ റോബോട്ടിക് ആർമിൻ്റെ ടിപ്പിലോ ഒക്കെ ആയിരിക്കും സെൻസർ കൊണ്ട് വെച്ചിരിക്കുന്നത്. ആ റോബോട്ടിക് ആമിൽ നിന്ന് ആ ഒബ്ജക്റ്റ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്തെടുക്കാനുള്ള സെൻസറാണ്. അതായത് ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ലാതെ തന്നെ ദൂരെയുള്ള ഒബ്ജക്റ്റ് എത്രത്തോളം ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത് എന്നൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെൻസേഴ്സിനാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണ എവിടെയാണ് മെയിൻ ആപ്ലിക്കേഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം റോബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് ദൂരെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എങ്കിൽ ആ റോബോട്ടിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്ത് പോകണം, എന്നാലേ ഒബ്സ്ട്രക്ഷനിൽ തട്ടാതെ ആ പാത്ത് ചേഞ്ച് ചെയ്ത് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എങ്കിൽ മുൻകൂട്ടി അത് അറിയണം. ഒബ്സ്ട്രക്ഷൻ ദൂരെ ഇരിക്കുമ്പോൾ തന്നെ ആ റോബോട്ട് മനസ്സിലാക്കണം തൊട്ട് മുന്നേ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, 1 മീറ്റർ മാറി ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ആ ഒബ്സ്ട്രക്ഷനിൽ ചെന്ന് ഇടിച്ചിട്ടല്ല റോബോട്ട് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പം 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ദൂരത്ത് വെച്ച് തന്നെ ഒബ്സ്ട്രക്ഷനെ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 മീറ്റർ ദൂരം ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി റോബോട്ട് പാത്ത് ചേഞ്ച് ചെയ്ത് പോകണം. അതിനുവേണ്ടി എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്, എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഒബ്ജക്ട്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസേഴ്സിനാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് റേഞ്ച് ഫൈൻഡേഴ്സ് ഉണ്ട്. നമ്മുടെ സിലബസിൽ 2 ടൈപ്പേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, ഒപ്റ്റിക്കൽ ടൈപ്പും അൾട്രാസോണിക് ടൈപ്പും. ഈ 2 ടൈപ്പ്, ഒപ്റ്റിക്കൽ ടൈപ്പിനെ ലൈറ്റ് ബേസ്ഡ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയും, പിന്നെ ഒന്ന് അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന റേഞ്ച് ഫൈൻഡർ. ഇങ്ങനെ ഈ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെ ഒരുപാട് എക്സ്പ്ലനേഷനൊന്നും നമ്മുടെ എയർവാക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. 3-4 സെൻറ്റൻസ് മാത്രം അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്നും അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്താണെന്നും മാത്രമേ നമ്മുടെ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. രജപുത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള വർക്കിംഗ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഫിഗറാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിക്കവാറും 5 to 6 മാർക്സ് ഒക്കെ ഫിഗറിനായിരിക്കും പോകുന്നത്. കാരണം എക്സ്പ്ലനേഷന് അധികം മാർക്ക് കൊടുക്കാനായിട്ടില്ല. അങ്ങനെ പോയിൻറ്റ്സ് രജപുത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യം നമ്മൾ നോക്കുന്നത് ലൈറ്റ് ബേസ്ഡ് റേഞ്ച് ഫൈൻഡേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ടൈപ്പ് റേഞ്ച് ഫൈൻഡേഴ്സ് അല്ലെങ്കിൽ ആ സെൻസറിൽ മെയിനായിട്ടുള്ള 2 എലമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്ന ഇവിടെ സോഴ്സ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റും പിന്നെ ഡിഫ്ലക്ടർ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റുമാണ്. ഇതിൽ സോഴ്സ് എന്ന് പറയുന്ന ആ എലമെൻറ്റ് ഉപയോഗിച്ചാണ് ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യുന്നത്. ആ ലൈറ്റ് റേസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആ ലൈറ്റ് റേസിൽ ടച്ച് ചെയ്ത് വരികയാണെങ്കിൽ ആ ലൈറ്റ് റേസിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒബ്ജക്റ്റിൽ തട്ടി അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതങ്ങനെ സ്കാറ്റർ ചെയ്തായിരിക്കും പോകുന്നത്. ആ സ്കാറ്റർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില ലൈറ്റ് റേസ് ഈ താഴെ കാണുന്ന അതിൻ്റെ കൂടെ തന്നെയുള്ള ഈ ഒരു ഡിഫ്ലക്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റിലോട്ടും എത്തിച്ചേരും. അപ്പം ഈ ഡിഫ്ലക്ടറും ഈ സോഴ്സും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് ആൾറെഡി അറിയാം. അതൊരു ഫിക്സഡ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ ബി എന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ആയിരിക്കും ഈ സോഴ്സും ഡിഫ്ലക്ടറും തമ്മിലുള്ളത്. ഈ സോഴ്സിൽ നിന്ന് എത്ര ആംഗിളിലാണ് ഈ ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം കമ്പ്യൂട്ടറൈസ്ഡാണ്. അതുകൊണ്ട് ഈ സോഴ്സിൽ നിന്ന് ഏത് ആംഗിളിലോട്ടാണ് ഈ ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊക്കും. അതുപോലെ തന്നെ ഈ ഡിഫ്ലക്ടറിലോട്ട് റിസീവ് ചെയ്യുന്ന ലൈറ്റ് റേസിൻ്റെ ആംഗിളും അതിന് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഡിഫ്ലക്ടറിലോട്ട് റിസീവ് ചെയ്യുന്ന ലൈറ്റ് റേസിൻ്റെ ആംഗിളും അതിന് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ആംഗിളും ഉണ്ട്, ഈ ഡിഫ്ലക്ടറിലോട്ട് വരുന്ന ആംഗിളും ഉണ്ട്, ഈ 2 സോഴ്സും ഡിഫ്ലക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസും നമുക്കറിയാം. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് ട്രിഗ്നോമെട്രിയുടെ റൂൾസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ഒബ്ജക്റ്റും ഡിഫ്ലക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റും ഈ സോഴ്സും തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് തന്നെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ സോഴ്സ് വരെയുള്ള ഈ ആംഗുലാർ ഡിസ്റ്റൻസ് അതും നമുക്ക് വേണമെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ലൈറ്റ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ഈ ലൈറ്റ് റേസ് ഒരിടത്തും റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തിരിച്ച് ഡിഫ്ലക്ടറിലോട്ട് അത് തിരിച്ച് സ്കാറ്റർ ചെയ്ത് പോകാനോ ഉള്ള ഓപ്ഷനൊന്നുമില്ല. എന്തെങ്കിലും ഒബ്ജക്റ്റ് വരുമ്പോൾ മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഡിഫ്ലക്ടറിലോട്ടൊക്കെ എത്തത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള ആംഗിൾസ്, ഈ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ആംഗിൾസ് മെഷർ ചെയ്തെടുക്കാം, ഡിഫ്ലക്ടറിലോട്ട് റിസീവ് ചെയ്യുന്ന ആംഗിൾസും മെഷർ ചെയ്തെടുക്കാം. ആ ആംഗിൾസും പിന്നെ ഈ ഡിസ്റ്റൻസും ഒക്കെ ഉപയോഗിച്ച് ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ സോഴ്സിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ഈ ഒരു ആംഗുലാർ ഡിസ്റ്റൻസ് എല്ലാം ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ലൈറ്റ് ബേസ്ഡ് റേഞ്ച് ഫൈൻഡേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ടൈപ്പ് റേഞ്ച് ഫൈൻഡേഴ്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക, അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു 4-5 സെൻറ്റൻസിൽ സിമ്പിളായിട്ട് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി.
എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, രജപുത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റേഞ്ച് ഫൈൻഡേഴ്സ്, അൾട്രാസോണിക് ടൈപ്പ്. ഇതും സിലബസിൽ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, അൾട്രാസോണിക് ടൈപ്പ് എന്ന്. ഈ അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡേഴ്സ് അൾട്രാസോണിക് വേർബ്സ് ഉപയോഗിച്ചാണ് ഈ ഒബ്ജക്ട്സ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ഇതാണ്, ഈ കാണുന്ന ഈ ഒരു എലമെൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് സെറാമിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചാണ് ഈ അൾട്രാസോണിക് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഡ്യൂസറാണ്, അത് ഇലക്ട്രോണിക് ഡിവൈസാണ്. ഈ ട്രാൻസ്ഡ്യൂസറാണ് അൾട്രാസോണിക് വേവ്സിനെ എമിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്ട്സിൽ തട്ടി, ഒബ്സ്ട്രക്ഷനിലൊക്കെ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന അൾട്രാസോണിക് വേവ്സിനെ ക്യാപ്ചർ ചെയ്യുന്നതും ഈ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന കമ്പോണൻ്റ് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് അൾട്രാസോണിക് വേവ്സിനെ എമിറ്റ് ചെയ്യുന്നതും അത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനെ തട്ടി അത് തിരിച്ചു വരുന്ന, ഒബ്സ്ട്രക്ഷനെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ്സിനെ ക്യാപ്ചർ ചെയ്യുന്നതും ഈ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന കമ്പോണൻ്റ് തന്നെയാണ്. അപ്പോൾ എത്ര ടൈം എടുത്താണ് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ ഒബ്സ്ട്രക്ഷൻ എത്ര ദൂരെയാണ് എന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എമിറ്റ് ചെയ്തിട്ട് അത് തിരിച്ചെത്താനായിട്ട്, ആ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്താനായിട്ട് കൂടുതൽ ടൈം എടുക്കുന്നുവെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ ഒരുപാട് ദൂരെയാണ്, അത് ആക്യുറേറ്റ് ആയിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നതെന്ന് ആ ടൈം ഡിലേ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ അതിനനുസരിച്ച് മെഷർ ചെയ്തെടുത്താൽ അതനുസരിച്ച് നമുക്ക് ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം എമിറ്റ് ചെയ്ത് ഉടനെ തന്നെ അത് തിരിച്ച് ട്രാൻസ്ഡ്യൂസറിൽ ആ വേവ്സ് എത്തുകയാണെങ്കിൽ, തിരിച്ച് ഉടനെ തന്നെ എത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒബ്സ്ട്രക്ഷൻ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഈ എമിറ്റ് ചെയ്ത് അവിടെ മുതൽ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്തുന്നത് വരെയുള്ള ആ ടൈം, ആ ഒരു ടൈം ഡിലേ എത്രയാണെന്ന് മെഷർ ചെയ്തെടുത്ത് അതിന് ബേസ് ചെയ്ത് ഈ ഒബ്ജക്റ്റ് എത്രത്തോളം ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇതേ വർക്കിംഗ് തന്നെ നിങ്ങൾ പല സ്ഥലത്തും പല സബ്ജക്ട്സിലും മേ ബി 10th അല്ലെങ്കിൽ +2 ഒക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള വർക്കിംഗ് അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇതാണ് അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ റെസിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഷെയ്ഡഡ് പോർഷനാണ് റെസിൻ എന്ന് പറയുന്നത്. അത് ഈ ട്രാൻസ്ഡ്യൂസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, ഡസ്റ്റിൽ നിന്നും ഹ്യൂമിഡിറ്റിയിൽ നിന്നും ബാക്കി ഡേർട്ടിൽ നിന്നൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റെസിൻ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉള്ളത്. ഈ അക്വാസ്റ്റിക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസർ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന അൾട്രാസോണിക് വേവ്സിനെ ട്രാൻസ്ഡ്യൂസറാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അത് ക്യാപ്ചർ ചെയ്യാതെ ബാക്കി അൾട്രാസോണിക് വേവ്സും എല്ലാം ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അക്വാസ്റ്റിക് അബ്സോർബർ ഉള്ളത്. ഇപ്പം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ് എങ്കിൽ ഈ എമിറ്റ് ചെയ്യുന്ന ഒരുപാട് വേവ് ഫോംസ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്തും. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്തുന്ന മുഴുവൻ വേവ് ഫോമിനെ ഈ ട്രാൻസ്ഡ്യൂസർ അബ്സോർബ് ചെയ്യണമെന്നില്ല, ക്യാപ്ചർ ചെയ്യണമെന്നില്ല. കുറച്ചൊക്കെ അതും കഴിഞ്ഞു പോകും. അങ്ങനെ കഴിഞ്ഞു പോകുന്ന ട്രാൻസ്ഡ്യൂസർ കഴിഞ്ഞ് വരുന്ന ഈ വേവ്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അക്വാസ്റ്റിക് അബ്സോർബറൊക്കെ ഉള്ളത്. ഇത് മെറ്റൽ ഹൗസിംഗ് അല്ലാതെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇതാണ് അൾട്രാസോണിക് സെൻസ്, അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡേഴ്സിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ബേസിക് വർക്കിംഗ് 3-4 സെൻറ്റൻസേ ഉള്ളൂ, ബേസിക് വർക്കിങ്ങും എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡേഴ്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ 5ാമത്തെ മോഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോഴ്സിനെ പറ്റിയാണ്. AC DC സെർവോ മോട്ടോഴ്സിനെ പറ്റി, സ്റ്റെപ്പർ മോട്ടോഴ്സിനെ പറ്റിയൊക്കെയാണ്. അത് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചു കാണും നിങ്ങൾ. അപ്പോൾ അത് തന്നെ പഠിച്ചാൽ മതി, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻസ് തന്നെ പഠിച്ചാൽ മതി. ഈ നമ്മുടെ മെക്കട്രോണിക്സ് ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻ വേണമെന്നില്ല. നിങ്ങൾ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് എന്ന സബ്ജക്റ്റിന് വേണ്ടി പഠിച്ച ആ ബുക്കിലെ പോർഷൻസ് നോക്കി വേണമെങ്കിലും നിങ്ങൾക്ക് ആ പോർഷൻസ് പഠിക്കാം. അതും പിന്നെ ഈ 2 വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സും കൂടെ ഈ മോഡ്യൂളിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മോഡ്യൂളിൽ. താങ്ക് യു.